രണ്ട് യഥാർത്ഥ സംഭവങ്ങളിൽ തുടങ്ങാം. 1993 ഞങ്ങളുടെ ഫെഡറൽ ബാങ്ക് മാനേജർ ജോസഫ് സാർ പറഞ്ഞു, ബാങ്ക് നല്ല അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുന്നുണ്ട്. 25 രൂപ കുറച്ച് വാങ്ങണം, നല്ലതാണ്. എന്ത് സ്റ്റോക്ക് കേട്ടിട്ട് പോലുമില്ല, വിട്ടുകളഞ്ഞു. ഇന്നത്തെ വില 300 ഇരട്ടി. ആരാണിത് പറഞ്ഞതെന്നറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് സത്യം. ബെറ്റർ ബി അൺബോൺ ദാൻ അൺടോട്ട്, ഫോർ ഇഗ്നറൻസ് ഈസ് ദ റൂട്ട് ഓഫ് മിസ്ഫോർച്യൂൺ. അജ്ഞതയാണ് ദൗർഭാഗ്യത്തിൻ്റെ മൂല കാരണം. അടുത്തത് 10 വർഷം കഴിഞ്ഞ് 2004 ചെറിയ തോതിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന വാക്ക് തലയിൽ കയറിയ സമയം. മാരിക്കോ, നമ്മുടെ പാരഷ്യൂട്ട് വെളിച്ചെണ്ണ കമ്പനിയുടെ സ്റ്റോക്സ് 500 എണ്ണം വാങ്ങി. 8 രൂപ 30 പൈസ. ടോട്ടൽ 4150. വില കൂടി 25 ആയപ്പോൾ കൊടുത്തു. 12500 രൂപ കിട്ടി. മിടുക്കൻ. ഇന്ന് അത് കയ്യിലിരുന്നു എങ്കിൽ 2.25 ലക്ഷം, 62 മടങ്ങ് കൂടിയേ. അടുത്ത സത്യമായ കോട്ട്: The greatest enemy of knowledge is not ignorance. It is the illusion of knowledge. അറിവിൻ്റെ ഏറ്റവും വലിയ ശത്രു അറിവില്ലായ്മയല്ല, അറിവുണ്ട് എന്ന മിഥ്യാധാരണയാണ്. എനിക്ക് പറ്റിയ തെറ്റുകൾ. വളരണം, നന്നാവണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹമുള്ള ധാരാളം സുഹൃത്തുക്കൾ ഗുരുവും ഞാനും കാണുന്നുണ്ട്. അവരോട് ഒരു വാക്ക്: ഇന്നും എന്നും വളരെ ചെറിയ നിലയിൽ നിന്നും മികച്ച ഒരവസരം സൃഷ്ടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുന്ന ഒരു മാജിക്കൽ റിയൽ വേൾഡാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സാധിക്കുമായിരുന്നിട്ടും സാധ്യത ഉപയോഗിക്കാത്ത എന്നെപ്പോലെയാണോ താങ്കളും? അതോ വേണ്ടത്ര അറിവ് നേടാതെ, മുൻകരുതൽ ഒന്നുമില്ലാതെ ആരുടെയോ വാക്ക് വിശ്വസിച്ച ചിലർ എടുത്തുചാട്ടം മൂലം തീയിൽ ചെന്ന് ചാടുന്ന ഈയലുകളെപ്പോലെ ചിറക് കരിഞ്ഞ് വീണുപോയ കഥ കേട്ട് ഇന്നും മടിച്ചും പേടിച്ചും നിൽക്കുന്നവരാണോ? സുഹൃത്തേ, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വരുമാനം, സാമ്പത്തിക വളർച്ച, മുമ്പ് വെറും സ്വപ്നം മാത്രമായിരുന്ന സമ്പന്നതയുടെ വാതിൽ ഇവ തുറന്നുകൊടുത്ത നാളെയുടെ നല്ലൊരു പ്രതീക്ഷയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിനെക്കുറിച്ച് താങ്കളും അറിയണം. ഇനി പറയുന്ന 4 ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും താങ്കളുമായി കണക്ട് ചെയ്യുമെങ്കിൽ സ്നേഹപൂർവ്വം പറയട്ടെ, അജ്ഞതയാണ് ദൗർഭാഗ്യത്തിൻ്റെ മൂല കാരണം. ദയവായി ഈ വീഡിയോ കാണുക. താങ്കളുടെ മനസ്സിലുള്ള മിക്ക ചോദ്യങ്ങൾക്കും ഇതിൽ മറുപടിയുണ്ട്. 2 ചിലപ്പോൾ അതിൽ കൂടുതലോ വീഡിയോകളായി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആദ്യ പാഠം മുതൽ പഠിച്ചു തുടങ്ങാനും ഓരോ സ്റ്റെപ്പായി പഠിച്ച് മുന്നോട്ട് പോയി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തീക്കളിയല്ല, അറിഞ്ഞു കളിച്ചാൽ അതുല്യമായ ഒരു അവസരമാണെന്ന് ഈ വീഡിയോ കാണിച്ചു തരും. ഇനി ഒരിക്കലും ഒരാളോട് ചോദിക്കാതെ ഒരു റെഫറൻസായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ വീഡിയോ പറയുന്നത്. ഒറ്റ കാര്യം മാത്രം, ഞാനിതിൽ എക്സാമ്പിൾസായി ചില കമ്പനികളുടെ പേരുകൾ ഉപയോഗിക്കും. അത് ഒരു ഉദാഹരണം മാത്രമായി എടുക്കുക. മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള നിർദ്ദേശമായി മാത്രം. അതൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഉപദേശമായി എടുക്കരുത്. നമുക്ക് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ തുടങ്ങാം. 4 ചെറുപ്പക്കാർ, മിസ്റ്റർ എ, ബി, സി, ഡി. നല്ല വിദ്യാഭ്യാസമുള്ള 25ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ 4 പേർ. 4 പേർക്കും കാര്യമായ ഫാമിലി പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അതായത് കിട്ടുന്ന പൈസ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നവർ. 30,000 രൂപ എല്ലാവർക്കും ശമ്പളം. 27ാമത്തെ വയസ്സിൽ എല്ലാവരും വിവാഹിതരായി. 30 വയസ്സിന് മുമ്പ് ആദ്യത്തെ കുഞ്ഞുമുണ്ടായി. ആരുടെയും ഭാര്യമാർ ജോലി ചെയ്യുന്നില്ല. ആരും കുടുംബ വീട്ടിലല്ല താമസം, വാടകയ്ക്ക് പുറത്ത് താമസിക്കുന്നു. എല്ലാവരും മാസം കുറഞ്ഞത് 5,000 രൂപ മിച്ചമുണ്ടാക്കുന്നു. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നല്ല ജീവിതം, സേവിങ്സ്, സമ്പത്ത്, സ്വന്തം വീട്, നല്ല ഒഴിവുകാലം, കുട്ടികളുടെ സുരക്ഷിത ഭാവി, സുരക്ഷിതമായ ഒരു റിട്ടയർമെൻറ്റ്, അങ്ങനെ അങ്ങനെ. എല്ലാവരും തുടങ്ങിയത് ഇവിടെയാണ്. ഇപ്പോൾ 40 വയസ്സായി. 4 പേരും 4 ലെവലിലാണ്. 15 വർഷം കൊണ്ടുണ്ടായ ചേഞ്ച്.
മിസ്റ്റർ എ മിച്ചം വെച്ച പൈസ 7% വരുമാനം തരുന്ന പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, RDയിൽ സുരക്ഷിതമായി നിക്ഷേപിച്ചു. ഇപ്പോൾ 16 ലക്ഷമായി. എന്നാൽ ജീവിതം മൊത്തത്തിൽ നോക്കിയാൽ മുന്നിൽ കാണുന്നത് തുറിച്ചു നോക്കുന്ന ചെലവുകൾ. വരുമാനം ചിലവിന് പോലും തികയുന്നില്ല. ഇപ്പോഴും താമസം വാടക വീട്ടിൽ. ഭാര്യ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ ലെവൽ 2 ഇൻവെസ്റ്റർ, ദ സേവർ, ദ ലൂസർ, എൻ്റെ ഭാഷയിൽ ദ ഇല്ലിറ്ററേറ്റ് ഇൻവെസ്റ്റർ. വളരണം എന്ന ആഗ്രഹമുണ്ട്, എന്നാൽ സാമ്പത്തിക വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരൻ. മിസ്റ്റർ ബി മിച്ചം വെച്ച പൈസ 15% വരുമാനം തരുന്ന മ്യൂച്വൽ ഫണ്ട് SIPയിൽ നിക്ഷേപിച്ചു സുരക്ഷിതമായി വീട്ടിലിരുന്നു. ഇപ്പോൾ 33 ലക്ഷമായി. ഇപ്പോൾ തോന്നുന്നു ഇതിലും നന്നായി ചെയ്യാമായിരുന്നു. ഇവിടൊക്കെയോ തെറ്റിയില്ലേ എന്ന സംശയം. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ ഇതുവരെ ശരിയെന്ന് കരുതിയ പലതും തെറ്റാണ് എന്ന് മനസ്സിലായി. ഇപ്പോഴും താമസം വാടക വീട്ടിൽ. ലെവൽ 3 ദ പാസീവ് ഇൻവെസ്റ്റർ, എൻ്റെ ഭാഷയിൽ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ. മിസ്റ്റർ സി മിച്ചം വെച്ച പൈസ 30% വളർച്ച തരുന്ന രീതിയിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് വളർത്തിയെടുത്തു. കയ്യിൽ വന്ന ഓരോ എക്സ്ട്രാ പൈസയും സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിച്ചു. ഇപ്പോൾ 11 കോടിയായി. ലൈഫിൽ പേടിയില്ല. പുതിയ വീടിൻ്റെ പണി നടക്കുന്നു. ഇൻവെസ്റ്റർ ലെവൽ 4 ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ, എൻ്റെ ഭാഷയിൽ ദ സ്മാർട്ട് ഇൻവെസ്റ്റർ. മിസ്റ്റർ ഡി മിച്ചം വെച്ച പൈസ ഒരു കുഞ്ഞിനെ നോക്കി വളർത്തും പോലെ വളർത്തി. അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അവന് യോജിച്ച, താല്പര്യമുള്ള, എന്നാൽ ഭാവിയിൽ പൊട്ടൻഷ്യലുള്ള കരിയർ മനസ്സിലാക്കി വേണ്ട സമയത്ത് കോച്ചിങ് നൽകി ഭാവിയിൽ അഭിമാനം തരുന്ന, നാട് ആദരിക്കുന്ന ഒരു വ്യക്തിയായി വളർത്തും പോലെ വളർത്തി. ഇൻവെസ്റ്റ്മെൻറ്റിലെ വാർഷിക വരുമാനം നോക്കിയില്ല. ഞാൻ ഈ വീഡിയോയിൽ സിമ്പിളായി വിശദീകരിച്ച പ്രിൻസിപ്പിൾ സമയത്ത് മനസ്സിലാക്കി ഡിലിജൻ്റായി, കോഷ്യസായി ഫോളോ ചെയ്തു. ഫിൽറ്റർ ചെയ്ത് കരുത്തുള്ള ഒറ്റ കമ്പനിയാക്കി. ഉദാഹരണം, TCS ആദ്യത്തെ ബാസ്ക്കറ്റ് കമ്പനിയാക്കി. 2008 വെറും 200 രൂപയിൽ തുടങ്ങിയ TCS ഇന്ന് 3800 രൂപയിൽ നിൽക്കുന്നു. 2 തവണ സ്റ്റോക്ക് സ്പ്ലിറ്റായി 1:1 ബോണസ് ഷെയർ കിട്ടി. ശരാശരി ഒരു വർഷം 3 ഡിവിഡൻഡ് തന്നു. കഴിഞ്ഞ വർഷം വില കുറച്ച് താഴെ പോയി. സന്തോഷത്തോടെ സ്വീകരിച്ചു. വില കുറഞ്ഞപ്പോൾ 1 സ്ഥാനത്ത് 2 വാങ്ങാൻ സാധിച്ചു. ഒപ്പം അവസരത്തിനായി സൂക്ഷിച്ചു വച്ചിരുന്ന 10,000 രൂപ കൊണ്ട് 4 എക്സ്ട്രാ സ്റ്റോക്ക് കൂടി വാങ്ങി. ഇപ്പോൾ 15 വർഷം കൊണ്ട് 3 ഇൻവെസ്റ്റ്മെൻറ്റ് ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് 3 ബ്ലൂ ചിപ്പുകളിലേക്ക് നിക്ഷേപം ചുരുക്കി. അടുത്ത യാത്ര എവിടേക്ക് വേണം എന്നും അറിയാം. കാരണം ഈ 7 കമ്പനികൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഓരോ തവണ മാർക്കറ്റ് ഡിപ്പാവുന്നതും ആവേശത്തോടെ കാത്തിരിക്കുന്നു. കയ്യിൽ വരുന്ന ഓരോ എക്സ്ട്രാ പൈസയും സമ്പാദിക്കാൻ കരുതി വച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ 50 വയസ്സാകുമ്പോഴേക്കും 50 കോടിയുടെ ആസ്തിയെങ്കിലും ഉണ്ടാക്കണം. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, അങ്ങനെ 50 വയസ്സ് കഴിയുമ്പോൾ ജോലി വേണ്ടെന്ന് വയ്ക്കണമെന്നാണ് പ്ലാൻ. കാരണം മലേഷ്യ മുതൽ ഡയാഗ്ര വരെ കാണണം. കേപ്പ് ടൗണിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സിനൊപ്പം കേജ് ഡൈവിങ്ങിന് പോകണം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കാണണം. വൈൻ ടേസ്റ്റിംഗ് ചെയ്യണം. പിന്നെ സാംബിയയിൽ സാംബൈസി നദിയിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ചെയ്യണം. കെനിയയിലെ മസൈമാര വൈൽഡ് ലൈഫ് പാർക്ക് കാണണം. ശിഷ്ടജീവിതം സാമ്പത്തിക ഭദ്രതയോടെ സമാധാനമായി കഴിയണം. ലെവൽ 5 ദ ആക്റ്റീവ് ഇൻവെസ്റ്റർ, എൻ്റെ ഭാഷയിൽ ദ വൈസ് ഇൻവെസ്റ്റർ. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? സുഹൃത്തെ, റിയാലിറ്റി. ഈ 4 തരം ആളുകളും നമ്മുടെ ചുറ്റിലുമുണ്ട്. താങ്കൾ ഇതിലാരാണ് എന്നെനിക്കറിയില്ല. 40 വയസ്സായി ഇതുവരെ ഇതൊന്നും ചിന്തിക്കാതെ ജീവിച്ചതിൽ വിഷമം തോന്നുന്നു എന്ന് പറയുമോ? അതോ സാധിക്കുന്ന പോലെ ഇന്ന് തന്നെ ഫണ്ടുകളിട്ട് തുടങ്ങണം, അതിനുള്ള കാര്യങ്ങൾ അറിയണം, പഠിക്കണം. കഴിഞ്ഞ ഗുരുവും ഞാനും വീഡിയോയിൽ പറഞ്ഞ നോളജ് ലെവൽ 1 2 ആവട്ടെ. എനിക്കും ലെവൽ 3 ലെവൽ 4 എത്തണം. ഇതാണോ താങ്കളുടെ ആഗ്രഹം? ഈ വീഡിയോ
ഈ ചോദ്യങ്ങളുടെ ഉത്തരം നൽകും. ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ചെറുപ്പത്തിലേ ഒരു ജോലി നമ്മുടെ സ്വപ്നമാണ്. വളരെ നല്ലതാണ്, ഒരു സ്ഥിര വരുമാനം കിട്ടുന്നു. എന്നാൽ പതുക്കെ ഒരു സത്യം മനസ്സിലാവും. ഈ സൗദി ഗസറ്റ് പത്രത്തിൽ വന്ന കാർട്ടൂൺ പോലെ ഓരോ വർഷവും ചെലവ് കൂടിക്കൂടി വരും. ശമ്പളം പ്രൊപ്പോഷണലായി കൂടുമോ? ഇല്ല. അവസാനം ചെലവ് നമ്മുടെ റിങ്ങിൽ കൂടി കയറില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? 2 കാര്യങ്ങൾ. 1, ചുരുങ്ങി ജീവിക്കാൻ നിർബന്ധിതരാവും. 2, ചെറുപ്പത്തിൽ ഐ ആം പോസിബിൾ എന്ന് കരുതി ആവേശത്തോടെ തുടങ്ങിയ ജീവിതം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? ഐ ആം പോസിബിൾ മാറ്റി ഇംപോസിബിൾ. ചെറിയ ഒരു വ്യത്യാസം വരുത്തി. എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, ഇതാണ് എൻ്റെ വിധി. എന്നാലും എന്തെങ്കിലും സേവ് ചെയ്യണ്ടേ? നമ്മൾ നമ്മുടെ രീതിയിൽ സ്മാർട്ടാവും. ആദ്യം വരുന്ന ചിന്ത നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, പിന്നെ സെക്യൂറായ ബോണ്ട്സ്. നല്ലതല്ലേ? തീർച്ചയായും, ഒന്നുമില്ലാത്തതിനേക്കാൾ. പക്ഷേ ഇതാണോ സ്മാർട്ട്? അല്ല. എന്തുകൊണ്ട്? നമ്മൾ ബാങ്കിൽ 7% പലിശയ്ക്ക് RD അല്ലെങ്കിൽ FD ഇടുന്നു. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം ഒരു വർഷം എത്ര ശതമാനം? ഇപ്പോൾ 6-7%. നമ്മുടെ ഗ്രോത്ത് എത്ര? 0%. നല്ലതോ ചീത്തയോ? എന്നാൽ നമ്മുടെ പൈസ എടുത്ത ബാങ്കിന്റെ ഗ്രോത്ത്, ഇത് ഇന്ത്യയിലെ നല്ലൊരു ബാങ്കിന്റെ പ്രോഫിറ്റ് ചാർട്ടാണ്. ആരാണ് ശരിക്കും ലാഭം ഉണ്ടാക്കുന്നത്? ബാങ്ക് ആണോ? അല്ല. പിന്നെ ബാങ്കിന്റെ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക് ഉണ്ടാക്കാൻ പൈസ മുടക്കിയവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഇൻവെസ്റ്റേഴ്സ് ആവണം. ബാങ്ക് ഉണ്ടാക്കിയ പോലെ 15-20% നമ്മളും ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? ദയവായി അടുത്ത വീഡിയോ കാണുക.